സോ ഇതാണ് കീൻവ. ഇത് ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു സാലഡാണ് ഞാൻ ലഞ്ചിന് കഴിച്ചത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചതെന്നും കൂടി നോക്കണ്ടേ. ടോഫു എയർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ടോഫു എന്ന് വെച്ചാൽ ഒരു പ്ലാന്റ് പ്രോട്ടീൻ ആണ്. അതായത് നമ്മുടെ സോയാബീൻ ഉണ്ടല്ലോ, അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു പനീർ ലൈക്ക് ഒരു സംഭവമാണ് ടോഫു എന്ന് പറയുന്നത്. പക്ഷേ ഇച്ചിരി ഹാർഡർ ആണ് ആൻഡ് ടേസ്റ്റ് വൈസ് പനീറിൻ്റെ അത്രയും വരത്തുമില്ല. ഇതിലൊരു ബേസിക് സീസണിങ്, അതായത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അതിൽ കുറച്ച് കേർഡും കൂടി ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ടാണ് എയർ ഫ്രൈ ചെയ്തത്. ഇറ്റ് വാസ് ഗുഡ്. നമ്മളിതിനെ സോയ് പനീർ എന്നൊക്കെ പറയാറുണ്ട്. പനീറിനേക്കാളും കുറച്ചുകൂടി ഒരു ഹെൽത്തിയർ വേർഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ബിക്കോസ് ലോ ഫാറ്റ് ആണ്. പക്ഷേ പനീർ കുറച്ചുകൂടി ടേസ്റ്റിയാണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഗുഡ്, ഹെൽത്തി സംഭവങ്ങളൊക്കെ. ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രമല്ലായിരുന്നു, ഒരു ഇടിയപ്പം, 2 മുട്ട ആൻഡ് കുറച്ച് മൂങ് ദാലിൻ്റെ കറി, ഇതെല്ലാമാണ് കഴിച്ചത്. പിന്നെ നിങ്ങൾ പലരും വെയിറ്റ് കുറഞ്ഞോ വെയിറ്റ് കൂടിയോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു പേഴ്സണൽ റീസൺ കൊണ്ടാണ് ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. അത് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടോ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടോ അല്ല. അപ്പോൾ ആരും എൻ്റെ ഡയറ്റ് കണ്ടിട്ട് ഫോളോ ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡേ ചെയ്യുന്നില്ല. ഇതാണ് ഞാൻ കഴിക്കുന്നത്, അത് ജസ്റ്റ് കാണിക്കുന്നു, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മുടെ കീൻവ എന്താണെന്ന് പറയാം. അതൊരു സീഡാണ്. നമ്മൾ കാണുമ്പോൾ അതൊരു ഗ്രെയിൻ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും അതൊരു ആക്ച്വലി സീഡാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രോട്ടീൻ കണ്ടന്റും ഡയറ്ററി ഫൈബറും വൈറ്റമിൻസും എല്ലാം റിച്ച് ആയിട്ടുള്ള ഒരു സീഡാണ്, ബാക്കിയുള്ള സീഡ്സ് പോലെ തന്നെ. ഡയബറ്റിക് പേഷ്യൻസിനും ഷുഗർ കട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇത് കുറച്ചുകൂടി ഒരു ബെറ്റർ ഹെൽത്തിയർ ഓപ്ഷനാണ് റാദർ ദാൻ ഒരു കാർബോഹൈഡ്രേറ്റിന്. കീൻവ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം 1/2 hour വെള്ളത്തിൽ കുക്ക് ചെയ്താണ് എടുക്കുന്നത്. 1 കപ്പ് കീൻവ ആണ് എടുക്കുന്നതെങ്കിൽ 6 cups വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. കുക്കുംബർ, ലെറ്റസ്, ടൊമാറ്റോ, ഇതിനകത്തേക്ക് കുക്ക്ഡ് കീൻവ ആഡ് ചെയ്തു. പിന്നെ അതിനുശേഷം പൊമഗ്രനേറ്റ് സീഡ്സും പംകിൻ സീഡ്സും ഫ്ലാക്സ് സീഡ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ്ങിലാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് പനീർ, ഒലിവ് ഓയിൽ, കേർഡ്, സോൾട്ട് ആൻഡ് പെപ്പർ ഇതെല്ലാം മിക്സിയിൽ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് ഡ്രസ്സിങ് റെഡിയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ സാലഡ് ഡ്രസ്സിങ് ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ കുറച്ച് പേർക്കൊക്കെ ഈ ഒരു പനീറിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കാം മേ ബി ഇഷ്ടപ്പെടുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഡ്രസ്സിങ് സാലഡിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും നല്ല ഈവൻ ആയിട്ട് കോട്ടാവണം. നിങ്ങൾക്ക് കീൻവ ഇതുപോലെ അല്ലാതെ ജസ്റ്റ് ബോയിൽ ചെയ്ത് അതിൻ്റെ കൂടെ വെജീസ് ആഡ് ചെയ്തോ നല്ല ഹോട്ടായിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തോ ഫ്രൈഡ് റൈസ് ഒക്കെ പോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പേഴ്സണലി എനിക്ക് ഇതിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് ഗുഡ്. ഐ സ്ട്രോങ്ലി റെക്കമെൻഡ്. ഫൈനലി കുറച്ച് ചീസ് ക്രംബിൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ഫെറ്റ ചീസാണ്. നിങ്ങൾക്ക് വേറെ ചീസൊക്കെ വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. പിന്നെ കുറച്ച് ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് സെസമി സീഡ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ലഞ്ചിനാണ് കഴിച്ചത്. ഫില്ലിംഗ് ആയിരുന്നു, ടേസ്റ്റി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എയർ ഫ്രയർ യൂസ് ചെയ്യുമ്പോൾ ഒരു ലൈനേഴ്സ് യൂസ് ചെയ്തിട്ട്, അതായത് ഒരു പേപ്പർ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാമെന്ന് പലരും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരം റെക്കമെൻഡേഷൻസ് ആണ് ഞാൻ വാല്യൂ ചെയ്യുന്നത്. നിങ്ങൾക്കിത് കമൻസിൽ അറിയിക്കാം. സോ കുക്കിങ്ങിൻ്റെ കേസിൽ എനിക്ക് അത്ര നോളജ് ഒന്നുമില്ല, ഒരു ബിഗിനറാണ്. അതുകൊണ്ട് ഇത്തരം റെക്കമെൻഡേഷൻസിൽ നിന്നാണ് ഞാൻ കൂടുതലായിട്ട് ലേൺ ചെയ്യുന്നത്. പിന്നെ എയർ ഫ്രയറിൻ്റെ ഒരു റിവ്യൂ ഇടാമോ എന്ന് ചോദിച്ചിട്ടും കുറച്ച് കമൻസ് കണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഒരു വീഡിയോയിൽ എന്തായാലും അത് ചെയ്യുന്നതായി. ഞാൻ യൂസ് ചെയ്യുന്ന എയർ ഫ്രയർ എന്ന് പറയുന്നത് ഫിലിപ്സിൻ്റെ ആണ്. അറൌണ്ട് 5,000 rupees ആണ് ഇത് വാങ്ങിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഓഫർ പ്രൈസ് അനുസരിച്ച് കുറച്ച് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരും. ഇതിലും റേറ്റ് കുറഞ്ഞ എയർ ഫ്രയേഴ്സും അവൈലബിൾ ആണ്, കൂടിയതും അവൈലബിൾ ആണ്. അതിനനുസരിച്ച് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ കമൻസിൽ അറിയിക്കൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.